ഹേ ഗേസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കമ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് ഗേജ് ആണെന്ന് കരുതുക. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു മെഷർ ചെയ്യേണ്ട വസ്തു. അപ്പോൾ നമ്മൾ കമ്പറേറ്ററിലൂടെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിനെയും ഈ ഒരു മെഷർ ചെയ്യേണ്ട വസ്തുവിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പാരിസൺ നടത്തുന്നു. ഓക്കെ, അതിനുശേഷം ഒരു സം പോയിൻറ്റേഴ്സിൻ്റെ സഹായത്തോടെ കമ്പയർ ചെയ്യുകയും അവ തമ്മിലുള്ള ഡിഫറൻസിനെ ഒരു പോയിൻ്ററിൻ്റെ സഹായത്തോടു കൂടി മാഗ്നിഫൈയും ചെയ്ത് കുറച്ചുകൂടി വലുതാക്കി എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഭാഗത്ത് റീഡ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് പർപ്പസ് ഓഫ് ആൾ കമ്പറേറ്റർ ഗേജ് നോക്കാം. പർപ്പസ് ഓഫ് ആൾ കമ്പറേറ്റർ ഗേജ് ഇസ് ടു ഇൻഡിക്കേറ്റ് ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സ്ലിപ്പ് ഗേജ് അല്ലെങ്കിൽ റിങ് ഗേജ്, ആ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് ആൻഡ് ദ വർക്ക് ബീങ് മെഷർഡ്, നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു വർക്കുമായിട്ട് നിന്ന് കമ്പയർ ചെയ്തിട്ട്, ഓക്കെ, ബീങ് മെഷർഡ് ബൈ മീൻസ് ഓഫ് സം ഫോം ഓഫ് പോയിൻ്റർ ഓൺ സ്കെയിൽ അറ്റ് മാഗ്നിഫിക്കേഷൻ വിച്ച് ഇസ് സഫിഷ്യൻറ്റ് റീഡ് ആക്യുറസി റിക്വേർഡ്. ഓക്കെ, അതായത് അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു വെച്ചാൽ സം പോയിൻറ്റേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. ഓക്കെ, അപ്പം ഇതൊരു ഇതാണെന്ന് വിചാരിക്കുക, സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്, നമുക്ക് അളവെടുക്കേണ്ട മെഷർമെൻറ്റ് ഇതാണ്. സോ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്ത് ഈ ഒരു പോയിൻ്റർ ഇങ്ങോട്ട് വന്ന് ഇത് കമ്പയർ ചെയ്തിട്ട് ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്ററിൻ്റെ സഹായത്തോടെ ആ ഡിഫറൻസ് മനസ്സിലാക്കി ഒരു സ്കെയിലിലോ മറ്റോ സഹായത്തോടു കൂടി അത് മാഗ്നിഫൈയും ചെയ്ത് കുറച്ചുകൂടി അതെന്ത് ചെയ്യുന്നു, ആക്യുറേറ്റ് ആയിട്ട് അത് വലുതാക്കിയിട്ട് ആ ഒരു ഡിഫറൻസിനെ കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ അളവ് എത്രയാണെന്നോ കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത്, മറിച്ച് ഇതും കമ്പയർ ചെയ്ത് ഇവ തമ്മിലുള്ള എന്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മൈക്രോൺസ് ഒക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ മാഗ്നിഫൈയും ചെയ്ത് കുറച്ചുകൂടി വലുതാക്കി നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് കമ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പറേറ്ററിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം കമ്പറേറ്റർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെക്കാനിക്കൽ കമ്പറേറ്റർ ഉണ്ട്, ഇലക്ട്രോണിക് കമ്പറേറ്റർ ഉണ്ട്, ന്യൂമാറ്റിക് കമ്പറേറ്റർ ഉണ്ട്, ഒപ്റ്റിക്കൽ കമ്പറേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്ര തരത്തിലുള്ള കമ്പറേറ്ററുകളാണ് ഉള്ളത്. ഓക്കെ, അതൊന്ന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മെക്കാനിക്കൽ കമ്പറേറ്റർ, ഇലക്ട്രോണിക് കമ്പറേറ്റർ, ന്യൂമാറ്റിക് കമ്പറേറ്റർ, ഒപ്റ്റിക്കൽ കമ്പറേറ്റർ, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്നും ഏത് പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നുള്ളത് ചോദിക്കും. മെക്കാനിക്കൽ കമ്പറേറ്ററിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ കമ്പറേറ്ററാണ് ഡയൽ ഇൻഡിക്കേറ്റർ ഫിറ്റഡ് വിത്ത് കമ്പറേറ്റർ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പറേറ്റർ ഉണ്ട്. മൈക്രോ കാറ്റർ എന്ന് പറയുന്ന ഒരു കമ്പറേറ്റർ, സിഗ്മ കമ്പറേറ്റർ, റെഡ് കമ്പറേറ്റർ. അപ്പോൾ ടൈപ്പ് മെക്കാനിക്കൽ കമ്പറേറ്റർ ചുവടെ പറയുന്നവയിൽ മെക്കാനിക്കൽ കമ്പറേറ്ററിൽ പെടാത്തത് ഏത് എന്നൊക്കെ ഉള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം എന്താണ് ഡയൽ ഇൻഡിക്കേറ്റർ ഫിറ്റഡ് വിത്ത് കമ്പറേറ്റർ സ്റ്റാൻഡ്, മൈക്രോ കാറ്റർ, സിഗ്മ കമ്പറേറ്റർ, റെഡ് കമ്പറേറ്റർ എന്നിവയാണ് ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ കമ്പറേറ്റർ. ഓക്കെ, അപ്പം ആദ്യം പറയുന്നത് ഡയൽ ഇൻഡിക്കേറ്റർ ഫിറ്റഡ് വിത്ത് കമ്പറേറ്റർ സ്റ്റാൻഡ് എന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മെക്കാനിസമാണ്. ഡയൽ ഇൻഡിക്കേറ്റർ ഫിറ്റഡ് വിത്ത് കമ്പറേറ്റർ സ്റ്റാൻഡാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്ലഞ്ചർ ടൈപ്പ് ഡയൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ടാകും, ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. The magnification is achieved by suitable combination of gear, rack and pinion, steel band, lever. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് പ്രധാനം. അതായത് ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മാഗ്നിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു ഗിയർ, റാക്ക് ആൻഡ് പീനിയൻ, സ്റ്റീൽ ബാൻഡ് ആൻഡ് ലിവർ ഇങ്ങനെയുള്ള കുറച്ച് മെക്കാനിക്കലായിട്ടുള്ള ഇതിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷനെ അച്ചീവ് ചെയ്യുന്നത്. ആ ഒരു മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, സം പോയിൻറ്റേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ഡിഫറൻസിനെ എന്ത് ചെയ്യുന്നു, മാഗ്നിഫൈയും ചെയ്ത് റീഡ് ചെയ്യുന്നു. സോ ആ ഒരു മാഗ്നിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് ഇതിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 100 മുതൽ 1000 വരെ, ലീസ്റ്റ് കൗണ്ട് പറയുകയാണെങ്കിൽ 10 മൈക്രോൺ മുതൽ 1 മൈക്രോൺ വരെയാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ബാക്കിയുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പം മെക്കാനിക്കൽ കമ്പറേറ്ററിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് മൈക്രോ കാറ്റർ എന്ന് പറയുന്നത്. ആദ്യം ഞാൻ ഇതൊന്ന് വായിക്കാം. The simple and ingenious design giving very high magnification 25,000 times 0.02 micron. Okay, it is compact, robust and free from friction and backlash when plunger move up. ഇനി പറയുന്നത് അതിൻ്റെ ഒരു പ്രവർത്തന തത്വമാണ്. ഈ ഒരു പ്ലഞ്ചർ മൂവ് അപ്പ് ചെയ്യും, ദ ബെൽ ക്രാങ്ക് ലിവർ is tilted and the twisting strip elongate. The helix angle in the twisted strip reduces and goes the pointer. സോ അതൊന്ന് വായിച്ചു നോക്കാം.
അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് സം പോയിൻറ്റേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ഡിഫറൻസ് ആ ഒരു സ്റ്റാൻഡേർഡും നമുക്ക് മെഷർ ചെയ്യേണ്ട വസ്തുവും തമ്മിലുള്ള അളവിനെ എന്ത് ചെയ്യുന്നു മാഗ്നിഫൈയും ചെയ്ത് ഏതെങ്കിലും സ്കെയിൽ വഴി റീഡ് ചെയ്യാമെന്നാണല്ലേ. അപ്പം ഈ മൈക്രോ ക്രാറ്റർ നോക്കിക്കോ, ഇതാണ് ഒരു പ്ലഞ്ചറാണ്, ഇതൊരു പ്ലഞ്ചറാണ്. സോ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പ്ലഞ്ചർ മൂവപ്പ് ആകുന്നു. ഓക്കെ, ഇവിടേക്ക് വരാം. വെൻ ദ പ്ലഞ്ചർ മൂവ് ദ ബെൽ ക്രാങ്ക് ലിവർ ഈസ് ടിൽറ്റഡ് ആൻഡ് ദ ടിസ്റ്റിംഗ് സ്ട്രീം എലോങ്ങേറ്റ്. ഈ ഒരു പ്ലഞ്ചർ മൂവപ്പ് ആകുന്ന സമയത്ത് ഈ ഒരു ബെൽ ക്രാങ്ക് ലിവർ എന്ത് ചെയ്യുന്നു, ചരിവ് വരികയും ടിസ്റ്റിംഗ് ചെയ്യുകയും ഓക്കെ ഒരു ടിൽറ്റ് വരികയും ഓക്കെ ഒരു ചരിവ് വരികയും ഓക്കെ മനസ്സിലാക്കുക. ഡബിൾ ക്രാങ്ക് ലിവർ ടിൽറ്റ് ആവുകയും അങ്ങനെ ഈ ഒരു ടിസ്റ്റിംഗ് സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നു, എലോങ്ങേറ്റ് ആവുന്നു. ഒരു ടിസ്റ്റിംഗ് സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നു, വലിയുന്ന ഒരു രൂപത്തിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു ടിസ്റ്റിംഗ് സ്ട്രിപ്പ് എലോങ്ങേറ്റ് ആവുകയും ദ ഹെലിക്സ് ആംഗിൾ ഈസ് ദ ടിസ്റ്റഡ് സ്ട്രിപ്പ് റെഡ്യൂസസ് ആൻഡ് ദിസ് കോസസ് ദ പോയിൻ്റർ വിച്ച് ഈസ് ഫിക്സ്ഡ് അലോങ് ദ ഹെലിക്സ് ഓഫ് ദ സ്ട്രിപ്പ് ടു മൂവ് ടു വൺ സൈഡ്. ആ ഒരു ടിസ്റ്റഡ് സ്ട്രിപ്പ്, അതായത് ഒന്നുകൂടെ പറയാം, ഈ ഒരു പ്ലഞ്ചർ മൂവപ്പ് ആവുന്ന സമയത്ത് ഈ ഒരു ബെൽക്രാങ്ക് ലിവർ ടിസ്റ്റഡ് ആവുകയും ചരിയുകയും ഈ ഒരു ടിസ്റ്റഡ് സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നു, എലോങ്ങേറ്റ് ആവുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഹെലിക്സ് ആംഗിൾ ടിസ്റ്റഡ് സ്ട്രിപ്പിൻ്റെ ഹെലിക്സ് ആംഗിൾ റെഡ്യൂസ് ആവുകയും അതോട് കണക്റ്റ് ആയിരിക്കുന്ന ഈ പോയിൻ്റർ എന്ത് ചെയ്യുന്നു, ഈ പോയിൻ്റർ ഒരു സൈഡിലേക്ക് മൂവിങ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പോയിൻ്റർ മൂവ് ആവുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സ്കെയിൽ ഉണ്ടല്ലോ, ഈ സ്കെയിലിൽ ആ ഒരു വ്യത്യാസം, അത് അളവെടുത്ത ഒരു വ്യത്യാസം മാഗ്നിഫിക്കേഷൻ ചെയ്ത് ഈ ഒരു സ്കെയിൽ വഴി റീഡ് ആവുന്നു. ഓക്കെ, ആ ഒരു സ്കെയിൽ അത് എത്ര മൂവ് ആയി എന്നുള്ള ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, അല്ലാതൊന്നുമില്ല അതിനകത്ത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സിഗ്മ കമ്പറേറ്ററാണ്. സിഗ്മ കമ്പറേറ്ററും ഇതുപോലെ തന്നെയാണ്. അതായത് ഇതൊരു പ്ലഞ്ചറാണ്. ഈ ഒരു പ്ലഞ്ചറുമായിട്ട് കണക്ട് ചെയ്ത് ഒരു നൈഫ് എഡ്ജ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മൂവിങ് ബ്ലോക്കിൽ കണക്റ്റഡ് ആണ്. സോ ഇത് പ്ലഞ്ചർ മൂവപ്പ് ആവുന്ന സമയത്ത് ഈ ഒരു നൈഫ് എഡ്ജും അതിനനുസരിച്ച് മൂവ് ആവുന്നു. അങ്ങനെ എന്ത് വേണം, ഈ ഒരു മൂവിങ് ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ആവുന്നു. അവിടെ ഒരു നോക്കാം. വെൻ ദ പ്ലഞ്ചർ മൂവപ്പ് ദ നൈഫ് എഡ്ജ് റെസ്റ്റിംഗ് ദ സഫയർ ബിയറിംഗ് ബ്ലോക്ക്. ആ ഒരു സഫയർ ബിയറിംഗ് ബ്ലോക്കിൽ റെസ്റ്റ് ആയിട്ടുള്ള നൈഫ് എഡ്ജ് എന്ത് ചെയ്യുന്നു, നൈഫ് എഡ്ജിൻ്റെ ആ ഒരു ഇത് കാരണം ആ ഒരു ബിയറിംഗ് ബ്ലോക്ക് മൂവപ്പ് ആവുന്നു. അങ്ങനെ അവിടെ ഒരു ഹിഞ്ചഡ് ബ്ലോക്കിന് ഇംബാലൻസ് വരികയും ഓക്കെ ഈ ഒരു വൈ ആം എന്ത് ചെയ്യുന്നു, മൂവ് ഡൗൺ ആവുന്നു. വൈ ആം ഇത് മൂവ് ഡൗൺ ആവുന്നു. അങ്ങനെ ഇവിടെ ഒരു ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇത് ഒരു ഡ്രൈവിംഗ് ഡ്രമ്മിനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡ്രമ്മിനെ ഡ്രൈവിങ് ചെയ്യിക്കുന്നു. അങ്ങനെ ഈ ഒരു പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു സ്കെയിൽ വഴി റീഡ് ചെയ്യുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു പോയിൻ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, വേരിയേഷൻ ഒരു സ്റ്റാൻഡേർഡും ഒരു അളവെടുക്കേണ്ട ആ ഇതും തമ്മിലുള്ള വേരിയേഷൻ എത്രയോ അത് ഒരു പോയിൻ്ററിൻ്റെ സഹായത്തോടു കൂടി മാഗ്നിഫിക്കുകയും ചെയ്ത് ഒരു സ്കെയിൽ റീഡ് ചെയ്യുന്നു. ഓക്കെ, സ്കെയിലൂടെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഒരു മെക്കാനിക്കൽ കമ്പറേറ്ററാണ്, റീഡ് കമ്പറേറ്റർ. അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പറേറ്ററാണ്. കമ്പറേറ്റർ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ദിസ് പവർ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് അനലോഗ് ഔട്ട്പുട്ട് വഴി എന്ത് ചെയ്യുന്നു, ഈ ഒരു പവർ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രോണിക് കമ്പറേറ്റർ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇലക്ട്രോണിക് കമ്പറേറ്ററുമായി ബന്ധപ്പെട്ട പോയിന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്, ഇലക്ട്രോണിക് കമ്പറേറ്റർ ഓഫർ അഡ്വാൻറ്റേജ് ലൈക്ക് വാല്യൂ അഡ്ജസ്റ്റബിൾ മാഗ്നിഫിക്കേഷൻ, ഇലക്ട്രിക്കൽ സീറോ അഡ്ജസ്റ്റ്മെൻറ്റ്, ആഡിങ് ഓർ സബ്ട്രാക്ടിങ് സിഗ്നൽസ് ഫ്രം നമ്പർ ഓഫ് മെഷറിംഗ് ഹെഡ്സ്, റിലേ ഫംഗ്ഷൻ എക്സെട്ര. അങ്ങനെ ITA ലെവലുള്ള എക്സാമിന് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്ലഞ്ചർ. ഓക്കെ, ഇതാണ് പ്ലഞ്ചർ. ഈ പ്ലഞ്ചർ എന്ത് ചെയ്യുന്നു, മൂവപ്പ് ആവുന്ന സമയത്ത് ഈ ഇതാണ് ആർമേച്ചർ, ഇത് ലിഫ്റ്റഡ് അപ്പ് ആവുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവുകയും ഓക്കെ ഈ രണ്ടെണ്ണം ഇലക്ട്രോ മാഗ്നറ്റിക്സുകളാണ്. സോ ഇത് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതവിടെ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് സർക്യൂട്ട് രൂപപ്പെടാൻ കാരണമാകുന്നു. ഓക്കെ, അങ്ങനെ ഈ ഒരു ചേഞ്ചസ് എന്ത് ചെയ്യുന്നു, 1,00,000 ടൈംസ് വരെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു, ഇലക്ട്രോണിക്കലി ആംപ്ലിഫൈ ചെയ്ത് റീഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു കമ്പറേറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അടുത്ത ന്യൂമാറ്റിക് കമ്പറേറ്ററാണ്. ന്യൂമാറ്റിക് എന്താണ്, എയറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മെക്കാനിക്കൽ കമ്പറേറ്റർ ആകുമ്പോൾ എന്താണ്, ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്താണ്
റാക്ക് ആൻഡ് പീനിയം, സ്റ്റീൽ ബാൻഡ്, ലിവർ, ഗിയർ, ഇതൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു മാഗ്നിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. മൈക്രോ കമ്പാരറ്റർ ആകുമ്പോഴും ഓക്കെ, മെക്കാനിക്കൽ കമ്പാരറ്റർ എല്ലാം അത്തരത്തിലുള്ള ഒരു മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇലക്ട്രോണിക് കമ്പാരറ്റർ ആകുമ്പോൾ അതെന്താണ്, ഇലക്ട്രിക്കലായിട്ടുള്ളൊരു സോഴ്സ് ആയിരിക്കും വെക്കുന്നത്. ന്യൂമാറ്റിക് ആകുമ്പം അവിടെ ഒരു എയർ ആയിരിക്കും. ഒപ്റ്റിക്കൽ ആകുമ്പം അവിടെ ഒരു ലൈറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ന്യൂമാറ്റിക് ആകുമ്പോൾ അവിടെ ലൈറ്റ് ആയിരിക്കും. ന്യൂമാറ്റിക് ആകുമ്പോൾ എയർ ആണ്. ന്യൂമാറ്റിക്കുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് കമ്പാരറ്റർ ഫാസ്റ്റ് ആണ്, റിജിഡ്, ഓക്കെ, ഫാസ്റ്റ്, റിജിഡ്, ആക്യുറേറ്റ് ആണ്, സ്യൂട്ടബിൾ ഫോർ യൂസ് ഷോപ്പ് ഫ്ലോർ, എസ്പെഷ്യലി മാസ് പ്രൊഡക്ഷനിൽ സ്യൂട്ടബിൾ ആണ്. ഫാസ്റ്റ്, റിജിഡ്, ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ന്യൂമാറ്റിക് കമ്പാരറ്റർ ആണ്. സോ അത് മാത്രമല്ല ഇതെന്താണ്, ദീസ് ആർ യൂസർ വെയർ അതർ ഇൻസ്ട്രുമെൻ്റ് ആർ അൺസ്യൂട്ടബിൾ. മറ്റ് ഇൻസ്ട്രുമെൻറ്റ് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥാനത്ത് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്യൂട്ടബിൾ ആണ് എന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയിരുന്നാൽ മതി. അടുത്ത ഒപ്റ്റിക്കൽ കമ്പാരറ്റർ ആണ്. ഒപ്റ്റിക്കൽ കമ്പാരറ്റർ എന്താണ്, പ്രകാശ പ്രതിഫലനത്തിൻ്റെ ഒരു മെക്കാനിസമാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റുകളായിരിക്കും ചോദിക്കുന്നത്. ആ ഒരു മാഗ്നിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളതായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. അതായത് ദി ഇൻസ്ട്രുമെൻറ്റ് എംപ്ലോയ് പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേസ്. ഓക്കെ, ലൈറ്റ് റേസ്. അപ്പം ഇവിടെ എന്താണ്, ഒപ്റ്റിക്കൽ ആകുമ്പോൾ ലൈറ്റാണ്, ഇലക്ട്രിക്കൽ ആകുമ്പോൾ ആ ഒരു ഇലക്ട്രിക്കൽ മാഗ്നിഫിക്കേഷനാണ്, ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടതാണ്, ഇലക്ട്രിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണല്ലേ. അടുത്ത എന്താണ്, ന്യൂമാറ്റിക് ആകുമ്പോൾ എയർ ആണ്. മറ്റേ മെക്കാനിക്കലാകുമ്പോൾ അവിടെ നിന്നാണ് റാക്ക് ആൻഡ് പീനിയനോ ഗിയറോ തുടങ്ങിയിട്ടുള്ളവയായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേസിൻ്റെ പ്രകാശത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അല്ലേ, പ്രതിപതനം, ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എന്താണ്, ഇത് ഫ്രീ ഫ്രം ഫ്രിക്ഷനിൽ നിന്നും ബാക്ക്ലാഷിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കും. ഇതിൻ്റെ ഒരു 1 മൈക്രോൺ വരെ എന്താണ് ആക്യുറസിയിൽ ഈ ഒരു കമ്പാരറ്റർ മാഗ്നിഫൈയും ചെയ്യുന്നുണ്ട്. അവരൊരു വ്യത്യാസം എന്ത് ചെയ്യുന്നു, മാഗ്നിഫൈ ചെയ്ത് റീഡ് ചെയ്യുന്നുണ്ട് 1 മൈക്രോൺ വരെയുള്ള. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഇവിടെ ഒരു ബൾബ് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ഒരു പ്രകാശം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് പോവുകയും അങ്ങനെ ഈ ഒരു മിറർ ബിയിൽ വന്ന് പതിക്കുകയും മിറർ ബിയിൽ നിന്ന് പിന്നീട് മിറർ ഡിയിൽ വരികയും ആ ഒരു മിറർ ഡിയിൽ ആ ഒരു ചരിവ് കാരണം പിന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. ഈ ഒരു ഐ പീസിലൂടെ സ്കെയിൽ ഇക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു ഐ പീസ് എച്ചിലൂടെ അത് റീഡ് ചെയ്യുന്നു എന്നും കാണിച്ചിരിക്കുന്നു. ഓക്കെ, മിറർ പ്ലഞ്ചർ ഈ ഒരു പ്ലഞ്ചർ മൂവപ്പ് ആവുന്ന സമയത്ത് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, മിറർ ബിയിൽ വരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ടിൽറ്റഡ് ആയിട്ട് ആ ഒരു ടിൽറ്റഡ് റേ എന്ത് ചെയ്യുന്നു, മിറർ ഡിയിൽ വരുന്നു. ആ ഡിയിൽ നിന്നും പിന്നെ റിഫ്ലക്ഷൻ അതിൻ്റെ ആ ഒരു ചരിവനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഐ പീസ് എച്ചിലൂടെ ഇത് റീഡ് ചെയ്യുന്നു. സോ അതുമായി ബന്ധപ്പെട്ടത് വലിയ രീതിയിൽ നമുക്ക് പറയാത്തത് ഇത് ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് കമ്പാരറ്റർ എന്നുള്ള ഒരു ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൻ്റെ അളവിനെ നമ്മൾ മെഷർ ചെയ്യേണ്ട ഒരു അളവുമായിട്ട് ഒരു പോയിൻ്ററിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഒരു പോയിൻ്ററിൻ്റെ സഹായത്തോടു കൂടി അതിനെ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പോയിൻ്ററിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്കെയിലോ മറ്റോ എന്ത് ചെയ്യുന്നു, അതിനെ മാഗ്നിഫൈയും ചെയ്ത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഒരു ഇതായിട്ട് മാഗ്നിഫൈയും ചെയ്തുകൊണ്ട് കൂടുതലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ കാണിക്കുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് മൈക്രോൺ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സോ അതിനെ മാഗ്നിഫൈ ചെയ്ത് ആ ഒരു വ്യത്യാസത്തെ കാണിക്കുന്നു. ഇതൊരിക്കലും എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് റീഡ് ചെയ്യുന്നില്ല, ആ ഒരു അളവ് റീഡ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. എന്താണോ അത് തമ്മിലുള്ള വ്യത്യാസം അതിനെയായിരിക്കും കമ്പാരറ്റർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു കമ്പാരറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആശയം എന്താണ് കമ്പാരറ്റർ എന്ന് മനസ്സിലായി എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.